ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ഐൽ ഓഫ് വൈറ്റിലേക്കാണ്. പക്ഷെ ട്രെയിൻസ് ഒക്കെ ഡിലേഡ് ആണ്. എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ ഉള്ള ഒരു ഐലൻഡ് ആണ് ഈ പറയുന്ന ഐൽ ഓഫ് വൈറ്റ്. ഞങ്ങൾക്ക് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ പോകണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ കഴിഞ്ഞ സമ്മർ അധികം നീണ്ടു നിൽക്കാഞ്ഞുകൊണ്ട് ആ ട്രിപ്പ് ഇതുവരെ നീണ്ടു നിന്നു. ഇന്നേക്ക് ഞങ്ങൾ UK എത്തിയിട്ട് 3 കൊല്ലം. ഇത്ര പെട്ടെന്നാ പോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ട്രെയിനിൽ അങ്ങനെ നമ്മൾ എല്ലാവരും ജോളിയായിട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ട്. ഇത് കടുക് കൃഷിയാട്ടോ. വർത്തങ്ങിന്ന് ട്രെയിൻ കയറി ഇനി നമ്മൾ പോർട്സ്മൗത്തിൽ ചെന്നിറങ്ങണം. അവിടുന്ന് ഫെറിയിൽ ഐലൻഡിലേക്ക് എത്താം. രാവിലെ 9 മണിക്കത്തെ ഫെറിക്ക് വരേണ്ട ഞങ്ങള് ട്രെയിൻ പണി തന്നുകൊണ്ടിട്ട് 11 മണിക്കത്തെ ഫെറിയിലേക്ക് സമയം മാറ്റേണ്ടി വന്നു. നാട്ടിൽ നമ്മൾ കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്കുള്ള ഫെറിയിൽ കയറിയിട്ടുണ്ട് പലതവണ. കാരണം എന്റെ വീട് വൈപ്പിനില്ല. UK വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഫെറിയിൽ കയറുന്നത്. അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ആ വലിയ സത്യം പിന്നീടാട്ടോ മനസ്സിലാക്കിയേ. ഐൽ ഓഫ് വൈറ്റ് കവർ ചെയ്യാൻ ഒരു ദിവസം ഒന്നും ആവില്ല എന്ന്, അതും ബൈ ഫൂട്ടില്. തിരിച്ചുള്ള ഫെറിയിൽ 7 മണിക്കെങ്കിലും കയറണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. എത്രമാത്രം ഐൽ ഓഫ് വൈറ്റ് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഐലൻഡ് എത്തി. ഇനി ഒട്ടും സമയം കളയാനില്ല. എത്ര ഇവിടുന്ന് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുള്ള ഇന്റൻഷനിൽ ഇറങ്ങുന്ന പാവം ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഇനി വരാനുള്ള. നമ്മൾ വഴിയിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറ്റിയത് എന്താന്നോ, ഞങ്ങള് ബസ്സിലൊക്കെ കേറി. പക്ഷെ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോ ഡ്രൈവർ വന്ന് ഞങ്ങളോട് പറയാ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ വണ്ടി പോവില്ല എന്ന്. അപ്പൊ അവർ അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. നെക്സ്റ്റ് ബസ് 5-10 മിനിറ്റ്സിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ സെയിം ടിക്കറ്റ് കാണിക്കാനാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം എന്താ നടക്കാൻ. അങ്ങനെ ബസ്സൊക്കെ കയറി അടുത്തത് ഞങ്ങൾ പോകുന്നത് മങ്കി ഹാവൻ എന്നുള്ള സ്പോട്ടിലേക്കാണ്. അതൊരു മങ്കി റെസ്ക്യൂ ഹോം ആണ്. അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു 17 പൗണ്ട്. ഇവിടെ അഡൾട്ട്സ് ആയിട്ട് വന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇങ്ങോട്ടെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഈ സ്പോട്ട് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് പിള്ളേർക്കായിരിക്കുമല്ലോ, അല്ലെങ്കിലും അതുകൊണ്ടായിരിക്കാം. അവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഷാങ്ക്ലിൻ എന്ന് പേരുള്ള ഓൾഡ് വില്ലേജിലേക്കാണ്. ഇവിടുത്തെ റൂഫ് ടോപ്പ് ഒക്കെ കാണാൻ നല്ല രസമില്ലേ. പഴയ കാലത്ത് റൂഫ് ടോപ്പ് ഇപ്പോഴും അവര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണിത്. ഈ ക്ലിഫ് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമില്ലേ. സ്കൈയും സീയും ഒരുമിക്കുന്ന പോലെയില്ലേ. ഞങ്ങൾ ആദ്യം പോകാനിരുന്നത് നീഡിൽ എന്നുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. പക്ഷെ അത് ഈ ഐലൻഡിന്റെ അങ്ങറ്റത്താണ്. അതായത് 2 hours നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സിൽ പോകുമ്പോൾ എടുക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 hours തിരിച്ചു. അപ്പോഴേക്കും നമുക്ക് പോർട്ടിൽ നിന്ന് പോകാനുള്ള സമയമാകും. അതുകൊണ്ടിട്ട് ഞങ്ങൾ ആ പ്ലാനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് ഇനി ഒന്നും കൂടി ഇവിടെ വരാനുള്ള പ്ലാൻ ഉണ്ട്. ഒരു 2-3 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാൻ ഇനി എന്നാ നടക്കാന്ന് നമുക്കറിയില്ല. നിങ്ങളും ഞങ്ങളെ പോലാണോ? എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എടുത്തിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്യുക? ഈ ബീച്ചിൽ നിന്ന് നടന്നു പോകുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഈ പാർക്കിലേക്കാണ്. ഇത് ജുറാസിക് പാർക്കിന്റെ ആ ഒരു മോഡലിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് എൻറ്റയർലി. നൈറ്റ് ടൈമിൽ ഇച്ചിരി കൂടെ കാണാൻ ഭംഗിയാണ്. ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറാനും ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അത് 10 pounds ആണ് ഒരാൾക്കായത്. കാരണം ബ്ലൂ ലൈറ്റ് കാർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തായിരുന്നു. ഈ ഐലൻഡ് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ മരങ്ങൾക്കായാലും ചെടികൾക്കായാലും നല്ലൊരു പ്രത്യേക ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഷാങ്ക്ലിൻ ഷൈൻ എന്നാണ് ഈ പാർക്കിന്റെ പേര്. ഇനി അല്പം ചരിത്രമാവാം. ഭൂമിയിൽ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കാർണിവോറസ് ആയിട്ടുള്ള ഹെർബിവോറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഡൈനോസ് ഉണ്ടായിരുന്ന സ്ഥലമാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ബാക്കിൽ. റിയാലിറ്റി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിപ്പോയിട്ടു. ഞാൻ അതാണ് ചേച്ചിയുടെ ആ കനാലിൽ ഇതിന് വെള്ളം ഉണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചത്ര ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളച്ചാട്ടം. അതും കഴിഞ്ഞ് ഈ മലയും കയറി ഞങ്ങൾ ഇവിടെ നിന്ന് കാടിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓൾഡ് ടൗണിൽ ചെന്ന് കുറച്ച് സോവിനിയേഴ്സ് ഒക്കെ വാങ്ങി അവിടുന്ന് തിരിച്ചു. അടുത്ത പോർട്ടിലേക്കാണ് യാത്ര. തിരിച്ചു വന്നപ്പോൾ സന്ധ്യയായി. അതോടെ നല്ല തണുപ്പും തുടങ്ങി, കാറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഫെറിയുടെ ഉള്ളിൽ തന്നെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്.
അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.